ആദ്യം വി ഡി സതീശനെ പോലെ തലയിൽ ആൾ താമസമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കേരളത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ്. മലയാളികളുടെ ആകെ അഭിമാനമാണ്. ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മണ്ടന്മാരാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ. അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവിന് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഉമ്മൻചാണ്ടിയുടെ ഈ കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ പറയുന്നതല്ല, ജനം പറയുന്നതാണ്. ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലയിൽ ആള് താമസമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. യു ഡി എഫ് കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും ഒപ്പമില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? ഇത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് എന്തിനാണ് ബഹിഷ്കരിച്ചത്? ഉമ്മൻചാണ്ടിയുടെ മുത്താണ് എങ്കിൽ അവർ വന്നിട്ട് പറയണ്ടേ? യു ഡി എഫ് ബഹിഷ്കരിച്ചത് ആനമണ്ടത്തരമായി പോയി എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ.